ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ ഇനി നമുക്ക് അടുത്തതായി എടുക്കാനുള്ള ടോപ്പിക്കാണ് ഇ ഗവേണൻസ്. ഇപ്പോൾ നമ്മുടെ ഈ ICT വന്നതുകൊണ്ട്, ICT മീൻസ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നമ്മുടെ ഈ ലോകത്ത് എമ്പാടും നിലവിൽ വന്നതുകൊണ്ട് നമുക്ക് ഫാസ്റ്റർ ആൻഡ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, എഫിഷ്യൻ്റായിട്ട് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ ഡാറ്റാസൊക്കെ റിട്രീവ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അത് എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ യൂസേഴ്സിന് ഇൻഫർമേഷനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ഈ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എമർജ് ചെയ്തതിൻ്റെ ഭാഗമായി യൂസേഴ്സിന് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗവൺമെൻറ് ഈ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ, ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഉള്ളതിനേക്കാൾ എപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ യൂസേഴ്സിന് ഈ ഒരു കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിന് നമ്മളായ സിറ്റിസണിനും നമ്മുടെ ബിസിനസ്സിനും അതേപോലെ ബാക്കിയുള്ള ഏജൻസീസിനൊക്കെ ഗവൺമെൻറ്റിന് എന്തുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിൾ ഉണ്ട്. ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു സ്പെക്ടാക്കുലർ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങിലൂടെ, അവരുടെ എഫേർട്ട് എടുത്തിട്ട് അവരുടെ പ്രോസസ്സിലൂടെ ഒരു സ്പെക്കുലേറ്റർ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അപ്ലിക്കേഷനെയാണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേൾഡ് ബാങ്ക് ഡിഫൈൻ ചെയ്ത ഇ ഗവേണൻസ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഗവൺമെൻറ് ഏജൻസീസ് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി മീൻസ് നമ്മുടെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സിറ്റിസൻസുമായിട്ടും ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ടും മറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു എബിലിറ്റിനെയാണ് ഈ ഗവേണൻസ് കൊണ്ട് ഇവിടെ വേൾഡ് ബാങ്ക് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല, ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഇൻഡിവിജ്വൽസിനും അതല്ലെങ്കിൽ ബാക്കി ബിസിനസ്സിനും ബാക്കി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതിലൊരു സ്പെക്കുലേറ്റർ ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്രശ്നങ്ങളില്ലാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ഗവൺമെൻറ് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ഒരു അപ്ലിക്കേഷനെയാണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് സ്റ്റേജസ് ഓഫ് ഇ ഗവേണൻസ്? അപ്പോൾ ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇ ഗവേണൻസ് വന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കാം. അതിലൊന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറൈസേഷൻ. നമുക്കറിയാം, നമ്മുടെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഇന്നെന്തായി, പണ്ടുണ്ടായിരുന്ന ആ എഴുതി വെക്കുന്ന രേഖകളിൽ നിന്ന് മാറി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ട്. ആ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വേഗത്തിൽ ചെയ്യാനും പല ഫയൽസുകളും പെട്ടെന്ന് അപ്രൂവ് ചെയ്യാനും അത് പെട്ടെന്ന് മുകളിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് എത്താനൊക്കെ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഭാഗമായിട്ട് സാധ്യമായിട്ടുണ്ട്. അതേപോലെ സ്റ്റേജസ് ഓഫ് ഇ ഗവേണൻസിൽ വന്നതാണ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒറ്റ നെറ്റ്വർക്കുമായിട്ട് എന്ത് ചെയ്യുകയാണ്, കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ടും വളരെ ഫാസ്റ്റായിട്ടും അവർ തമ്മിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളായാലും ബാക്കി ഡാറ്റയുടെ ഫ്ലോ ആയാലും ഒക്കെ നമുക്ക് നെറ്റ്വർക്കിങ്ങിലൂടെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു സ്റ്റേജ് ഓഫ് ഇ ഗവേണൻസ് പറയുകയാണെങ്കിൽ വെബ്സൈറ്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഗവൺമെൻറ് ഡിസൈൻ ചെയ്തു. ആ വെബ്സൈറ്റിലൂടെ എല്ലാവിധ ഇൻഫർമേഷൻസും ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കോൺടാക്ട് ഡീറ്റെയിൽസ്, ആ റിപ്പോർട്ട്സ് ആയാലും പബ്ലിക്കേഷൻ ആയാലും ഒബ്ജക്റ്റീവ്സ് ആയാലും വിഷൻ ആയാലും അതുമായിപ്പെട്ട എല്ലാ ബന്ധപ്പെട്ട വിവരങ്ങളും ഇൻഫർമേഷൻ വെബ്സൈറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അടുത്തത് വേറെ സ്റ്റേജ് ഓഫ് ഇ ഗവേണൻസ് ആയിട്ട് പറഞ്ഞതാണ് ഓൺലൈൻ ഇൻ്ററാക്ടിവിറ്റി. അതിൽ പറയുന്നത് ഈവൻറ്റ്സ് എഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ, സിറ്റിസൺ തമ്മിലും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ അവിടെ ഈ ഗവേണൻസ് എഫക്റ്റീവായിട്ട് നടക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത്.
ഓൺലൈൻ ഇൻ്ററാക്ടിവിറ്റിയിൽ പല ഓൺലൈൻ കാര്യങ്ങളും ഇന്ന് ഗവൺമെൻറ് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടുണ്ടാകുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗവൺമെൻറ് ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. വേറെ എവിടെയും പോയി മേടിക്കാം. എവിടെ നിന്നിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. വല്ല ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും സ്റ്റാറ്റ്യൂട്ട്സ് ആണെങ്കിലും റൂൾസ് ആണെങ്കിലും എന്ത് അങ്ങനത്തെ കാര്യം പേപ്പർ വർക്ക് ആണെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെബ്സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അതേപോലെ പല ഫോമുകളും നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയും പല പേയ്മെൻറ്റുകളും ഓൺലൈനായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അടക്കാനൊക്കെ പറ്റും. ഇതൊക്കെ ഈ ഗവേണൻസിൻ്റെ സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. കമ്പ്യൂട്ടറൈസേഷൻ, നെറ്റ്വർക്കിംഗ്, വെബ്സൈറ്റ്സ് ആൻഡ് ഓൺലൈൻ ഇൻ്ററാക്ടിവിറ്റി. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ്. അതിൽ ഒന്നാമത്തെ പറയുന്നതാണ് G2G. G2G മീൻസ് ഗവൺമെൻറ് ടു ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഏജൻസീസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഹ്യൂജ് ഡാറ്റാബേസ്. ഒരു ഹ്യൂജ് ഡാറ്റാബേസിൻ്റെ സഹായത്തോടെ നമ്മളെ ഈ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ ഏജൻസി തമ്മിലുള്ള ഓൺലൈൻ കമ്മ്യൂണിക്കേഷനെ തന്നെയാണ് ഇവിടെ G2G ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ തന്നെ അവരുടെ ഒരാൾക്കുള്ള ഇൻഫർമേഷൻസ് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഡാറ്റാബേസ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷനെയാണ് G2G എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ഇ ഗവേണൻസാണ് G2C, ഗവൺമെൻറ് ടു സിറ്റിസൺ. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് സിറ്റിസണിന് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് സിറ്റിസണിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇന്ന് അവർക്ക് ചെയ്യേണ്ടതിനുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ സിറ്റിസണിന് പ്രൊവൈഡ് ചെയ്യേണ്ട പലതരത്തിലുള്ള ഗവൺമെൻറ് സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ സിസ്റ്റം തന്നെ ഇന്ന് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സിറ്റിസന് ഗവൺമെൻറ്റുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവാൻ അവിടെ ഈ G2C ഇ ഗവേണൻസ് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക്കിന് ഗവൺമെൻറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാനും ത്രൂ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടും ഒക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ടൈമും കോസ്റ്റും ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഈ സിറ്റിസന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പല സർവീസസും കൺവീനിയൻ്റായിട്ട് ആക്സസ് ചെയ്യാനും, അത് ആക്സസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അവിടെ തന്നെ പോയിട്ട് ആക്സസ് ചെയ്യണമെന്നില്ല, എവിടുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, എനി ടൈം ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഇന്ന് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല ട്രാൻസാക്ഷൻ സർട്ടിഫിക്കേഷൻസും പേയിങ് ഗവൺമെൻറ് ഫീസും അതേപോലെ പല കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതും ബെനിഫിറ്റ്സിന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഗവൺമെൻറ് സിറ്റിസണിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെയും സിറ്റിസണിനെയും കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ടോപ്പിക്കിൻ്റെ അടിയിൽ നമുക്ക് എഴുതാൻ കഴിയും. നെക്സ്റ്റ് ടൈപ്പാണ് G2B, ഗവൺമെൻറ് ടു ബിസിനസ് ഇ ഗവേണൻസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇ ഗവേണൻസ്. എപ്പോഴും ബിസിനസ്സിനും ഗവൺമെൻറ്റിനും തമ്മിൽ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പല സാഹചര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ഗവൺമെൻറ്റും ബിസിനസ്സും തമ്മിൽ എന്ത് ചെയ്യും, ഇൻട്രാക്ട് ചെയ്യും. ബിസിനസ്സിന് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയുകയും വേണം, അതിനനുസരിച്ച് ബിസിനസ് ചെയ്യണം. അതേപോലെ ഗവൺമെൻറ്റിന് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അറിയണം. കാരണം ഗവൺമെൻറ്റിന് ബിസിനസ് എന്തടക്കുന്നുണ്ട്, ടാക്സ് അടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഗവേണൻസ് ആണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഗവേണൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബിസിനസ് പീപ്പിൾസിന് ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഈ ഗവേണൻസ് സഹായിക്കുന്നുണ്ട്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് റിക്വയർമെൻ്റ് ആയിട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. അതേപോലെ തന്നെ G2Bയിൽ വരുന്നത് ഒരു ഗവൺമെൻറ്റും ബിസിനസ്സും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന എല്ലാ സർവീസസും ഇൻക്ലൂഡ് ചെയ്യുന്നത് G2B ഇ ഗവേണൻസിലാണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോളിസീസ്, മെമോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എക്സെട്ര. ഇങ്ങനെയുള്ള ഏത് വേരിയസ് സർവീസസും ഗവൺമെൻറ്റും ബിസിനസ് സെക്ടറും തമ്മിൽ
എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ G2Bയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതേപോലെ ബിസിനസ്സും ഓൺലൈനായിട്ട് അവരുടെ കറൻറ്റ് ബിസിനസ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ന്യൂ റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓൺലൈനായിട്ട് ടാക്സ് അടക്കാനും ലൈസൻസ് റിമൂവ് ചെയ്യാനും ബിസിനസ് രജിസ്റ്റർ ചെയ്യാനും പെർമിറ്റ് എടുക്കാനും അങ്ങനെ പലതരത്തിലുള്ള G2B ആപ്ലിക്കേഷനും ഇന്ന് ഗവൺമെൻറ്റും ബിസിനസ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഈ ഗവേണൻസ് വഴി നടത്താൻ ബിസിനസ്സിന് ഹെൽപ്ഫുള്ളാവുന്നുണ്ട്. അടുത്തത് G2E ഗവൺമെൻറ് ടു എംപ്ലോയീസ്. G2Eയിൽ പറയുന്നത് ഗവൺമെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് എംപ്ലോയർ ആണ് അല്ലേ, ഒരു വലിയൊരു മുതലാളിയല്ല ശരിക്കും ഗവൺമെൻറ്. കാരണം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ എത്രങ്ങാനും പേര് എംപ്ലോയീസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഗവൺമെൻറ് എന്താണ് ഒരു ബിഗ്ഗസ്റ്റ് എംപ്ലോയർ ആണ്. അപ്പോൾ അവരുടെ അണ്ടറിലുള്ള എംപ്ലോയീസുമായിട്ട് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നു, റെഗുലറായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതേ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് 2-വേ പ്രോസസ്സാണ്. എംപ്ലോയർക്ക് എംപ്ലോയിനോടും എംപ്ലോയിക്ക് എംപ്ലോയറായ ഗവൺമെൻറ്റിനോടും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനൊക്കെയാണ് ഈ ഇൻട്രാക്റ്റ് ചെയ്യുന്നത്? അതായത് ഈ എംപ്ലോയർ അതായത് ഗവൺമെൻറ് എംപ്ലോയീസിന് വേരിയസ് സർവീസസ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്? അതായത് ആനുവൽ ലീവിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, എത്ര ബാലൻസ് ഓഫ് ലീവ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം, സാലറി പേയ്മെൻറ്റ് റെക്കോർഡ്സ് റിവ്യൂ ചെയ്യാം. അതേപോലെ വേറെ കുറേ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ഈ ഗവൺമെൻറ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ G2E ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ എംപ്ലോയീസിന് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആൻഡ് സർവീസസിൻ്റെ ഒരു കോമ്പിനേഷനെ ഇവിടെ G2E ഗവൺമെൻറ്റ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതേപോലെ G2E അവരുടെ എംപ്ലോയീസിന് പെർഫെക്റ്റ് ലേണിങ്ങും അതേപോലെ അതിന് വെച്ച എക്സ്ട്രാ നോളജൊക്കെ G2Eയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 4 കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ഗവേണൻസിൽ പറഞ്ഞത്. അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഈ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ് എന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ ഒരു സിമ്പിൾ പോയിൻറ്റ്സ് ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് പോയിൻ്റാണ് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ക്വാളിറ്റി സർവീസസ് ഫോർ സിറ്റിസന് ഇൻഫർമേഷൻസ് പെട്ടെന്ന് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. അങ്ങനെ ആക്സസ് ചെയ്യുക മാത്രമല്ല അവർക്ക് ക്വാളിറ്റി സർവീസസും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതാണ് ടൈം സേവിങ്. ഓൺലൈൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ടൈം സേവിങ് ആണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലൂടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഫോംസും പെട്ടെന്ന് സിറ്റിസണിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈം സേവിങ് ആണ്. അതേപോലെ മറ്റൊരു ബെനിഫിറ്റ്സാണ് കോസ്റ്റ് റിഡക്ഷൻ. അതായത് ഇവിടെ ഫുള്ള് പേപ്പർ ബേസ്ഡ് അല്ലാതെ ഓൺലൈൻ ഫോംസും മറ്റു കാര്യമൊക്കെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അതേപോലെ ഓൺലൈൻ പേയ്മെൻറ്റും ഒക്കെ അതിനൊന്നും നമ്മൾ വേറെ സ്ഥലത്ത് പോവുകയോ അങ്ങനെ കൂടുതൽ കോസ്റ്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റ് റിഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. അത് 4-മത്തെ ഒരു പ്രത്യേകതയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ ഒരു മറയുമില്ല. കാരണം ഗവൺമെൻറ് അവരുടെ വെബ്സൈറ്റിലൂടെ എല്ലാ ഇൻഫർമേഷൻസും ആ സിറ്റിസണിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റിസൺസൊക്കെ ഈക്വലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാ ഇൻഫർമേഷൻ്റെ യൂസേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് അക്കൗണ്ടബിലിറ്റി ആണ് മറ്റൊരു ബെനിഫിറ്റ്. അതായത് ഇവിടെ ഓൾറെഡി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഗവൺമെൻറ് എന്താണെന്ന് പറയാം, അക്കൗണ്ടബിൾ ആണെന്നും പറയാം. ഇവിടെ അക്കൗണ്ടബിൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് പീപ്പിൾസിന് കൊടുക്കുന്ന ഉത്തരത്തെയാണ് ഇവിടെ അക്കൗണ്ടബിലിറ്റി ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എന്ത് തന്നെയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത് മറ്റൊരു ബെനിഫിറ്റാണ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഈ പേപ്പർ വർക്ക് സിസ്റ്റം ഓഫ് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എത്രയോ എഫിഷ്യൻ്റാണ് ഇപ്പോൾ ഉള്ള ഈ ഗവേണൻസ് സിസ്റ്റം. കാരണം കുറേ മാൻ പവർ ഡീലിങ്ങും പേപ്പർ ബേസ്ഡ് വർക്കൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ആക്ച്വലായിട്ട് ബെനിഫിഷ്യലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റുന്നുണ്ട്. ഒപ്പം ഓപ്പറേഷൻ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് മറ്റൊരു ബെനിഫിറ്റാണ് പറയുന്നത് എക്സ്പാൻഡഡ് റീച്ച് ഓഫ് ഗവേണൻസ്. അതായത് ഗവേണൻസ് അഡോപ്റ്റ് ചെയ്തത് കാരണം സിറ്റിസൻസിനൊക്കെ അവരുടെ ഡോർ സ്റ്റെപ്സിൽ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത്
ഗവൺമെൻറ് എല്ലാ സർവീസസും അവരുടെ ഡോർ സ്റ്റെപ്പിൽ പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വന്ന ടെലിഫോൺ നെറ്റ്വർക്കും മൊബൈൽ ടെലിഫോണിയുടെ ഗ്രോത്തും ഇൻ്റർനെറ്റിൻ്റെ സ്പ്രെഡും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സിറ്റിസൻസിലെ എല്ലാ സർവീസും അവരുടെ ഡോർ സ്റ്റെപ്പിൽ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഗവേണൻസ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. അടുത്തത് പറയാനുള്ളത് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഈ ഗവേണൻസിന് കുറച്ച് എന്തുണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അതും ഇങ്ങനെ കുറച്ച് പോയിന്റുകളിലായിട്ടാണ് പറയുന്നത്. അതിലൊന്നാമത്തെ പോയിൻ്റാണ് ലാക്ക് ഓഫ് ഇക്വാലിറ്റി ഇൻ ആക്സസ് ടു ദി ഇൻ്റർനെറ്റ്. ഈ പോയിന്റിൽ പറയുന്നത് മെയിനായിട്ട് കമ്പ്യൂട്ടർ ലിറ്ററസിയാണ്. അതായത് എല്ലാവർക്കും ഒരേപോലെ ഇൻ്റർനെറ്റ് എന്ന ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടം മേഖലയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഇന്നും അതിൽ ലിറ്റേർഡ് അല്ലാതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ അത് ലാക്ക് ഓഫ് ഇക്വാലിറ്റി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെ അതെന്ത് ചെയ്യുന്നില്ല, ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഡിസഡ്വാൻറ്റേജായി പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് ട്രസ്റ്റ് ആൻഡ് സൈബർ ക്രൈം. ഗവൺമെൻറ് ഈ ഗവേണൻസിൽ നല്ല ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിലും പബ്ലിക്കിന് അവർ അതിൽ കാര്യങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യാനും അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനും ഇന്നും എന്തുണ്ട്, ഒരു വിശ്വാസമില്ലായ്മ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ രാജ്യത്ത് കൂടി വരുന്ന സൈബർ ക്രൈമും ഈ ഗവൺമെൻറ്റ്സിനൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അടുത്ത വേറൊരു ഡിസഡ്വാൻറ്റേജാണ് ഹൈ സർവീലിയൻസ്. ഇവിടെ ഗവൺമെൻറ് പബ്ലിക് സർവീസസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് സിറ്റിസൻ്റെ കയ്യിൽ നിന്ന് പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ സിറ്റിസൻസെ പ്രൈവസി അവിടെ നഷ്ടമാവുന്നു എന്നതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഫാൾസ് സെൻസ് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇവിടെ ഗവൺമെൻറ് ട്രാൻസ്പെറൻസി ഡൗട്ട്ഫുൾ ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഗവൺമെൻറ് മാത്രമാണ്. ചില ഇൻഫർമേഷൻസ് ആഡ് ചെയ്യലും റിമൂവ് ചെയ്യലും വെബ്സൈറ്റിൽ നടക്കാറുണ്ട്. ഇതൊരു വൺ ഓഫ് ദി ഗവൺമെൻറ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ് ഗ്രൂപ്പ്സിൽ ഉണ്ടാകുന്ന ഹിഡൻ അജൻഡാസൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അത് കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചറാണ് മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആക്കുക എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഇനാബിൾഡ് സർവീസസ് ആക്കാൻ വേണ്ടി അവിടെ അത്രയും ഹാർഡ്വെയർസും റൂട്ടേഴ്സും ഇൻ്റർനെറ്റ് കണക്ഷനും മറ്റു ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ വെബ്സൈറ്റ് ക്രിയേഷനും പോലുള്ള കുറേ കോസ്റ്റ്ലി ആയിട്ടുള്ള ചിലവുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും സെക്യൂർ ചെയ്യാനും നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റം കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ റിക്വയർമെൻറ്റിലൊക്കെ നല്ല കോസ്റ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഗവൺമെൻറ്റ്സിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ ഈ ഗവേണൻസ് നമ്മളെ കൺട്രിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇനീഷ്യേറ്റീവ്സ് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗവേണൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളിൽ പറഞ്ഞു. അതൊരു ഇന്നവേറ്റീവായിട്ടുള്ള ഒരു ഫിനോമിനയാണ്. എന്തിനു വേണ്ടിയിട്ട്, നമ്മളെ ഗവൺമെൻറ്റിൻ്റെ നടത്തുന്ന അഡ്മിനിസ്ട്രേഷൻസ് നന്നായി ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ഈക്വലായിട്ട് ഗവൺമെൻറ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് ഈ സിറ്റിസൻസുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്പീഡാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കറപ്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മൾ സിറ്റിസൻസിന് അവർക്ക് വരുന്ന ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചിലവുകൾ കുറക്കാനും ഗവൺമെൻറ് ഈ സിറ്റിസണിന് മോർ ആക്സസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ആവാനൊക്കെ ഉള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ ഗവൺമെൻറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇനീഷ്യേറ്റീവായിട്ടുള്ള പ്രൊജക്ട്സും ഇനീഷ്യേറ്റീവ്സും ഒക്കെ നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ, കുറേ സർവീസുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ റേഷൻ കടകളിലൊക്കെ നോക്കുകയാണെങ്കിൽ റേഷൻ കാർഡ്സ് എന്ത് ചെയ്തു, കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളെ
സിസ്റ്റം തന്നെ മാറി. മുമ്പുള്ള സിസ്റ്റത്തിലല്ല ഇപ്പോൾ റേഷൻ കാർഡുകളൊക്കെ, റേഷൻ കടകൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റിയും അതേപോലെ ആക്സസിബിലിറ്റിയൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് ഓരോ റേഷൻ ഷോപ്പിന് ആ ഓൺലൈൻ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെ എത്ര സെയിൽ നടക്കുന്നുണ്ട്, എത്ര ആൾ മേടിച്ചിട്ടുണ്ട്, എത്രയാണ് അവിടെ സ്റ്റോക്ക് വന്നുള്ളത്, എത്ര സ്റ്റോക്ക് ബാക്കിയുണ്ട് എന്നൊക്കെ ഗവൺമെൻറ്റിന് അത് ഓൺലൈൻ ആക്കിയതുകൊണ്ട് ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ റേഷൻ ഷോപ്പിലുള്ളവർക്കും അതല്ലെങ്കിൽ ഗവൺമെൻറ്റിനും മോർ അക്കൗണ്ടബിളും മോർ ആക്സസിബിളൊക്കെ ആവാൻ ആ ഗവൺമെൻറ്റ്സിൻ്റെ ഈ ഒരു കമ്പ്യൂട്ടറൈസിങ് പ്രോസസ്സിൽ സാധ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അക്ഷയകൾ വഴിയിട്ട് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻകം സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് ലൈസൻസ് അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ട്. പാസ്പോർട്ട്, വിസ, പെൻഷൻ, റോഡ് ട്രാൻസ്പോർട്ട്, പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ, റെയിൽവേ സർവീസസ്, ലാൻഡ് റെക്കോർഡ്സ്, ഇൻകം ടാക്സ് പേയ്മെൻറ്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇന്നെന്താണ് ഓൺലൈൻ വഴി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഗവൺമെൻറ്റ്സ് വന്നത് കാരണം ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റ്സിൻ്റെ ഗ്രോത്ത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ 1977 NIC നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നാഷണൽ ഇൻഫർമേഷൻ സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തത് മുതലാണ് ഗവൺമെൻറ്റ്സിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റ്സിനെ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് NIC വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ഇന്നോവേഷൻസും ഡെവലപ്മെൻറ്റ്സും ഈ ഒരു മേഖലയിൽ NIC കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ NIC നെറ്റ് 1987 വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്ട്രിക്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് ദി നാഷണൽ ഇൻഫർമേഷൻ സെൻറ്റർ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അത് ലോഞ്ച് ചെയ്തത് എല്ലാ ഡിസ്ട്രിക്ട് ഓഫീസുകളും കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സിസ്റ്റം വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഗവൺമെൻറ്റ്സ് കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് ഓരോ പോയിന്റുകളായിട്ടുള്ള ഓരോ പ്രൊജക്ട്സുകൾ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സാണ് പഠിക്കാനുള്ളത്. ഇതൊക്കെ ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നിട്ടുള്ള ഗവൺമെൻറ്റ്സിൻ്റെ ഓരോ പ്രൊജക്റ്റുകളാണ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സാണ്. അതിൽ ഒന്നാമത്തെ പറയുന്നതാണ് ഫ്രണ്ട്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റൻറ്റ്, എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സർവീസസ്. ഇത് നമ്മളെ കേരളത്തിൽ നിലവിൽ വന്ന കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഇനീഷ്യേറ്റീവ്, ഒരു പ്രൊജക്റ്റാണ്. ഇത് നിലവിൽ വന്നിട്ടുള്ളത് നമ്മുടെ സിറ്റിസൻസിന് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട എല്ലാ ടാക്സുകളും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്യൂസ് ഗവൺമെൻറ്റിൽ അടക്കേണ്ടതൊക്കെ ഒരൊറ്റ സിസ്റ്റത്തിൻ്റെ അണ്ടറിലാക്കിയിട്ട് നോ എക്സ്ട്രാ കോസ്റ്റൊക്കെ ഒഴിവാക്കി ഒറ്റ സിസ്റ്റത്തിൻ്റെ അണ്ടറിലാക്കിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റിനെയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞത്, പേ ഓൾ ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് ടു ദി ഗവൺമെൻറ് അണ്ടർ വൺ റൂഫ് അറ്റ് നോ എക്സ്ട്രാ കോസ്റ്റ്. ഒരു എക്സ്ട്രാ കോസ്റ്റും ഇല്ലാതെ ഒറ്റ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ എല്ലാ ടാക്സും എല്ലാ ഡ്യൂസും ഗവൺമെൻറ്റിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു സിസ്റ്റമാണ് ഫ്രണ്ട്സ്. കേരളത്തിലുള്ളതാണ് കേട്ടോ, കേരള IT മിഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാ 14 ജില്ലകളിലും എന്ത് ചെയ്യാണ്, അവൈലബിൾ ആണ്. നമുക്ക് യൂണിവേഴ്സിറ്റി പേയ്മെൻറ്റ് അടക്കുക, ലോക്കൽ ബോഡീസിലേക്കുള്ള പേയ്മെൻറ്റ്, പഞ്ചായത്ത് പോലുള്ള പേയ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ ഓൺലൈനാണല്ലോ. ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുക, വാട്ടർ അതോറിറ്റിക്ക് അടക്കുന്നുണ്ട്, റവന്യൂക്ക് അടക്കുന്നുണ്ട്, സിവിൽ സപ്ലൈക്ക് അടക്കുന്നുണ്ട്, മോട്ടോർ വെഹിക്കിൾസിന് അടക്കുന്നത്, അങ്ങനെ തുടങ്ങി BSNL, അങ്ങനെ തുടങ്ങി പല ഓൺലൈൻ കാര്യങ്ങളും ഈ പേയ്മെൻറ്റ് നടത്തുന്നത് ഫ്രണ്ട്സ് എന്ന സിസ്റ്റത്തിലൂടെയാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ ഇൻഫർമേഷൻ സെൻറ്ററാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് വേറൊരു ഇനീഷ്യേറ്റീവ് ഓർ പ്രൊജക്റ്റാണ് ഭൂമി. ഇത് ഭൂമി എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ അവിടുത്തെ ലാൻഡ് റെക്കോർഡ്സൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. അതാണ് ഭൂമി എന്നൊരു പ്രൊജക്റ്റ് വന്നതിലൂടെ കർണാടക സ്റ്റേറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. നമ്മൾക്കിപ്പോൾ ഓൺലൈൻ ഇപ്പോൾ ടാക്സ് വില്ലേജ് പോയി അടക്കണമെങ്കിൽ നമ്മുടെ ആധാരം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കണം. അതിൻ്റെ ഫോം ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ട് അത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി അവർ സിസ്റ്റത്തിൽ അടിച്ച് കയറ്റിയതിന് ശേഷം മാത്രമേ ഇപ്പോൾ ടാക്സ് ഒക്കെ അടക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു വട്ടം അങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ടാക്സ് അടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാക്സ് അടക്കണമെങ്കിൽ വില്ലേജിൽ പോകേണ്ട ആവശ്യമില്ല, ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടക്കാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റം ഫസ്റ്റ് ചെയ്തത്
കർണാടകയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ആണ്. അത് ചെയ്യാനുള്ള മെയിൻ കാരണമായിട്ട് അവർ പറയുന്നത്, ഇപ്പോൾ അവിടെ ഫാമേഴ്സൊക്കെ ഉള്ള സ്ഥലമാണ് ഈ കർണാടക. ഒരു ഫാമേഴ്സിന് ലാൻഡുമായിട്ടുള്ള വല്ല റെക്കോർഡ്സും കിട്ടണമെങ്കിൽ അവിടുത്തെ ഇതേപോലെ വില്ലേജ് ഓഫീസർ പറഞ്ഞ ഒരാളുണ്ടാവും. അവിടെ വില്ലേജ് അക്കൗണ്ടൻറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അയാളെ കണ്ട് അയാൾക്ക് ഫോം ഫില്ല് ചെയ്ത് അയാൾ ഇങ്ങനെ മറ്റേ പേപ്പറിലായിട്ട് വെരിഫിക്കേഷൻസൊക്കെ നടത്തി അതിന് വരുമ്പോൾ തന്നെ കുറേ സമയം പിടിച്ചു. അപ്പോൾ ഈ ഒരു ഫാർമർക്ക് ആ ലാൻഡിൻ്റെ പേപ്പർ കിട്ടണമെങ്കിൽ കുറേ കാലതാമസം പിടിക്കുകയും അതിൻ്റെ ഭാഗമായി അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പഴയ സിസ്റ്റം ഈസിയിലല്ല നടന്നിട്ടുള്ളത്. നമുക്ക് വില്ലേജിലൊക്കെ പോയിട്ട് ഓരോ പേപ്പർ പണ്ട് ശരിയാക്കുന്നവർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓൺലൈനിൽ അടിച്ചിട്ട് കാര്യങ്ങൾ അവർക്ക് ചെക്ക് ചെയ്യാനും പെട്ടെന്ന് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യാനും കഴിയും. അപ്പോൾ അങ്ങനെ ഭൂമി പ്രോഗ്രാം വന്നതോടെ എല്ലാ സിസ്റ്റംസും കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ലാൻഡ് റെക്കോർഡ്സും സിമ്പിളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ ഒരു കർണാടക സ്റ്റേറ്റിനാണ് സാധിച്ചിട്ടുണ്ട് ഭൂമി എന്ന ഒരു ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റിലൂടെ. അടുത്തതാണ് ഇ സേവ ഇലക്ട്രോണിക് സേവ. ഇത് 2001 ഓഗസ്റ്റ് 25 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊന്നുമില്ല, നമ്മളെ ഈ നാട്ടിലൊക്കെ ഈ സേവാ കേന്ദ്രങ്ങൾ കാണുന്നുണ്ടാവില്ലേ, അതെന്തൊക്കെ എല്ലാ ഓൺലൈൻ ആക്ടിവിറ്റീസ് അവരെന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ പറയാം, പാസ്പോർട്ട് എടുക്കൽ, ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റ് നടത്തൽ, അപ്ലിക്കേഷൻ ഫോം വല്ലതും കൊടുക്കാണ്ടെങ്കിൽ ഓൺലൈനായിട്ട് കൊടുക്കൽ, ഫീസ് അടക്കൽ, യൂണിവേഴ്സിറ്റീസ് നിങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യലുണ്ടാവില്ലേ ചിലപ്പോൾ എക്സാം രജിസ്റ്ററിൽ ഫീസ് അടക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെൻറ്ററാണ് ഇലക്ട്രോണിക് സേവ. അത് ഫസ്റ്റ് വന്നത് 25 ഓഗസ്റ്റ് 2001 അത് വരുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 1999 ട്വിൻസ് പ്രൊജക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സേവ വന്നിട്ടുള്ളത്. അതായത് 2 ട്വിൻ സിറ്റീസ് ഉണ്ട്, ഹൈദരാബാദ് ആൻഡ് സെക്കന്ദരാബാദ്. ആന്ധ്രാപ്രദേശിലെ 2 സിറ്റീസാണ്. അവിടെയാണ് ഈ സംഭവം നിലവിലുണ്ടാകുന്നത്. അവിടെ 51 ഈ സേവാ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു ആ 2 സിറ്റികളിലായിട്ട്. അതേപോലെ ഇലക്ട്രോണിക്കായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രോണിക് ക്യൂവിങ് സിസ്റ്റം, അതായത് ഇപ്പോൾ നമ്മൾ പുറത്തൊരു ഓഫീസിലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടി നമ്മൾ അവിടുത്തെ ഒരു ക്യൂവിലൊക്കെ നിന്ന് കുറേ സമയം എടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും ഈ സേവാ കേന്ദ്രത്തിലൂടെ വളരെ സിമ്പിളായിട്ട് ചെയ്തു കൊടുത്തിരുന്നു. അതേപോലെ ഇതിൻ്റെ വർക്കിംഗ് ടൈം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ B2C സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോ ജോലിസിൻ ലിമിറ്റ്സ് ഒന്നും ഇതിലുണ്ടായിരുന്നില്ല. ഓൺലൈൻ സർവീസസായ ഇ ഫോംസ്, ഇ ഫില്ലിംഗ്, ഇ പേയ്മെൻറ്റ്സ് ഒക്കെ ഈ സേവ വഴി അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതേപോലെ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്, അതായത് ഫീസ് അടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വേറെ ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റാണ് CARD. അതിൻ്റെ ഫുൾ ഫോം കമ്പ്യൂട്ടർ എയ്ഡഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ആന്ധ്രാപ്രദേശിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. ഇതും നേരത്തെ കർണാടക സ്റ്റേറ്റിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ ലാൻഡ് റെക്കോർഡ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ രജിസ്ട്രേഷൻ, നമ്മളിപ്പോൾ ഒരു സ്ഥലം ഒരാൾക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും അല്ലേ, ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇലക്ട്രോണിക്കലായിട്ട് മാറ്റി. അതിലാണ് ഈ കാർഡിൽ പറയുന്നത്. അത് കാരണം സ്പീഡ് കൂട്ടാനും എഫിഷ്യൻസിയും കൺസിസ്റ്റൻസിയും റിലയബിലിറ്റിയും അതേപോലെ ഒക്കെ ഉറപ്പാക്കാൻ സിറ്റിസൻസിന് ഉറപ്പാക്കാൻ ആ കാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതോടെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, രജിസ്ട്രേഷൻ സിസ്റ്റംസ് ഇലക്ട്രോണിക്കായിട്ട് മാറ്റിയ ഒരു സിസ്റ്റമാണ് ആന്ധ്രാപ്രദേശിലാണുള്ളത് CARD, ദ കമ്പ്യൂട്ടർ എയ്ഡഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തതാണ് വേറൊരു ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റാണ് ഗ്യാൻഡൂട്ട്. അത് ജനുവരി 2000 ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശിലെ ധാർ എന്ന ഡിസ്ട്രിക്റ്റിലെ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഈ ഒരു പ്രൊജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ വില്ലേജിലുണ്ടാവുന്ന അവരുടെ സ്പെസിഫിക് നീഡ്സിനെ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യാൻഡൂട്ട് എന്ന പ്രൊജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 35 സെൻറ്റേഴ്സ് ജനുവരി 2000 അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ കുറേ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു.
ആ സർവീസസ് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ, മാർക്കറ്റ് ഇൻഫർമേഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് സർവീസസ് ഈ ഗ്യാൻഡൂട്ട് പ്രൊജക്റ്റിലൂടെ ആ വില്ലേജ് കമ്മ്യൂണിറ്റീസിലുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്തു. അടുത്തൊരു ഇനിഷ്യേറ്റീവ് പ്രൊജക്റ്റാണ് വിദ്യാവാഹിനി. വിദ്യാവാഹിനി എന്ന് പറയുന്നത് നമ്മളെ സ്കൂൾസിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇൻ്റർനെറ്റ് വഴി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പോർട്ടലാണ് വിദ്യാവാഹിനി. അപ്പോൾ ഏതെങ്കിലും സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ടീച്ചർക്കോ അതല്ലെങ്കിൽ ആ സ്കൂളിന് ടോട്ടലായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനോ ഒക്കെ അവർ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർട്ടലിനെയാണ് വിദ്യാവാഹിനി എന്ന് പറയുന്നത്. ഇത് കുട്ടികളിൽ ഉണ്ടാകുന്ന കണ്ടൻറ് ഡെവലപ്മെൻറ്റ്, കണ്ടൻറ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് കൊളാബറേഷൻ ഇതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് ഇങ്ങനൊരു പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ വേറെ ഒരു പോർട്ടലും കൂടിയും പറയുന്നുണ്ട്. അതിലൊരു ഓർഗനൈസേഷനാണ് ശിക്ഷ എന്ന് പറയുന്നത്. അതൊരു ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഡിസംബർ 2001 അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളൊക്കെ 5CS കൊണ്ടുവന്നു. 5CS എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ്, കണക്ടിവിറ്റി, കോച്ചിങ്, അതായത് ടീച്ചറിൻ്റെ ട്രെയിനിങ്, കണ്ടൻറ് ആൻഡ് മോഡൽസ്, കൊമേഴ്ഷ്യൽ, സസ്റ്റൈനബിലിറ്റി. ഇതിനെയാണ് 5CS എന്ന് പറയുന്നത്. അത് എല്ലാ സ്കൂളിലും അവർ ഈ 2001 ശിക്ഷ റെവല്യൂഷൻ ഭാഗമായിട്ട് കൊണ്ടുവന്നു. ഇത് പ്രകാരം ബെറ്റർ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാനും അതേപോലെ തന്നെ എഡ്യൂക്കേഷനിൽ ഒരു യൂണിഫോം ഇക്വാലിറ്റി ഉണ്ടാക്കാനും ഇന്ത്യയിൽ ഈ ഓർഗനൈസേഷൻ കാരണം സഹായകമായിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികളിൽ ക്രിയേറ്റീവായിട്ടുള്ള സ്കിൽസും അതേപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാനും ഈ ഒരു ഓർഗനൈസേഷൻ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ അവർക്ക് കമ്പ്യൂട്ടർ ലിറ്ററസിയും ഈ ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശിക്ഷ ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ലോഞ്ച് ചെയ്തത് ഡിസംബർ 2001. അത് വേറൊരു ഗവൺമെൻറ്റ്സിൻ്റെ ഇനീഷ്യേറ്റീവ് ഒരു പ്രൊജക്റ്റാണ് ദൃഷ്ടി. ദൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണക്റ്റിംഗ് ഇന്ത്യ വില്ലേജ് ബൈ വില്ലേജ്. ഒരു വില്ലേജിനെ മറ്റൊരു വില്ലേജുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കമ്പനിയാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വില്ലേജ് എന്ന് പറയുന്നതിൽ അവിടുത്തെ പ്രൊഡക്ഷൻ സർവീസ് ചിലപ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്യുന്നതാണ്, ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെ പുറത്തേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സിസ്റ്റം വേണം അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് എത്രയോ ദൂരത്തുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വില്ലേജിനെ ആദ്യമൊന്നും അങ്ങനെ സിസ്റ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വില്ലേജിനെ മറ്റൊരു വില്ലേജിലേക്ക് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അവിടുത്തെ പ്രൊഡക്ഷൻ സർവീസസിനെ കണക്ട് ചെയ്യുക. ICT ഇനാബിൾഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് അവിടുത്തെ റീറ്റെയിൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദൃഷ്ടി എന്ന ഒരു പ്രോഫിറ്റ് കമ്പനിയാണ് കേട്ടോ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, കണക്ട് കമ്മ്യൂണിറ്റീസ് വില്ലേജ് ബൈ വില്ലേജ് എന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ പ്രൊഡക്ഷൻ സർവീസസ് റൂറൽ ഏരിയസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഫങ്ഷനായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെൻറ് സർവീസസും ദൃഷ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ വില്ലേജിലുണ്ടാകുന്ന മൈക്രോ എൻ്റർപ്രൈസസിന് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ICT ഇനേബിൾഡ് ആയിട്ട് എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തതും ദൃഷ്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അടുത്തത് വേറൊരു ഇനീഷ്യേറ്റീവ് ഓർ പ്രൊജക്റ്റാണ് താരാഹാറ്റ്. താരാഹാറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് മാർക്കറ്റിംഗ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതിനെയാണ് താരാഹാറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ ഈ താരാഹാറ്റ് ഇൻഫർമേഷൻ മാർക്കറ്റിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിലവിൽ വന്നിട്ടുള്ളത് അവർ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താരാഹാറ്റ്.com
എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് സൈറ്റ്. അപ്പോൾ ഈ tarahat.com ആണ് അതിൻ്റെ മദർ പോർട്ടൽ. പിന്നെ അവർ ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് കുറേ ലോക്കൽ എൻ്റർപ്രൈസിനെ ആ ഒരു വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അതിലൂടെ അവർ ഗൂഡ്സും സർവീസസും ഇൻഫർമേഷൻസും ഒക്കെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ tarahat ഇൻഫർമേഷൻ മാർക്കറ്റിംഗ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റിൽ ഉണ്ടാക്കിയിട്ട് tarahat.com, അതാണ് അതിൻ്റെ മദർ പോർട്ടൽ, ഒരു ഇ-കൊമേഴ്സ് സൈറ്റാണ്. അതിലേക്ക് അവർ കണ്ടൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യും. എന്നിട്ട് അതിന് കുറച്ച് ലോക്കൽ എൻ്റർപ്രൈസസിന് ഫ്രാഞ്ചൈസി എടുക്കും. അത് അവരുടെ പ്രൊഡക്റ്റും കൂടി അതിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് അങ്ങനെ മൊത്തം കണക്ട് ചെയ്തിട്ട് ഗൂഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുകയാണ്, പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വെതർ ഫോർകാസ്റ്റ്, കറൻറ്റ് കമ്മോഡിറ്റി പ്രൈസ്, ഇമെയിൽ സർവീസസ്, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ഗവൺമെൻറ് സ്കീംസ്, മെഡിക്കൽ ഓർ കരിയർ അഡ്വൈസ്, ഇതുപോലുള്ള വെറൈറ്റി ഓഫ് സർവീസസും tarahat.com പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് രൂപക്കുള്ള നെറ്റ് കണക്ടിവിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വെബ് പോർട്ടൽ സർവീസസൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കണക്ടിവിറ്റി അവൈലബിൾ അല്ലാത്ത ലോക്കൽ ഏരിയസിൽ അവർ C-band സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ആ കണക്ടിവിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തതാണ് tarahat എന്ന് പറയുന്നത്. അടുത്തത് നമുക്കൊക്കെ അറിയാവുന്ന നമ്മളെ കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ഒരു മിഷനാണ് അക്ഷയ എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷയ നമ്മളൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു സർവീസസ് ആണ് അല്ലേ. നമ്മുടെ നാടുകളിലൊക്കെ അക്ഷയ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ്റെ ഭാഗമായിട്ടാണ് അക്ഷയ സെൻറ്റേഴ്സ് നമ്മൾ കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു അക്ഷയ സെൻറ്ററിൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ICT ഇനാബിൾഡ് ആയിട്ടുള്ള സർവീസസ് ഏതൊരു കോമൺ മാനിനും, അതായത് ഇൻഫർമേഷൻ റിച്ച് ആൻഡ് ഇൻഫർമേഷൻ പുവർ എന്ന ഗ്യാപ്പ് ഒന്നുമില്ലാതെ ഏതൊരു കോമൺ മാനിനും ICT ആക്സബിലിറ്റി ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഒബ്ജക്റ്റീവുമായിട്ടാണ് അക്ഷയ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതേപോലെ തന്നെ അത് എക്സാബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണെങ്കിലും അത് പ്രൈവറ്റ് പാർട്ടീസിനാണ് അതിൻ്റെ ലൈസൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് 3000-ലധികം പേർക്ക് അവിടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈ അക്ഷയ സെൻറ്റേഴ്സ് വഴി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓരോ അക്ഷയ സെൻറ്റേഴ്സിലൂടെ പോകുമ്പോഴും അവിടെ 3, 4, 5 സ്റ്റാഫുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ അക്ഷയ സെൻറ്റേഴ്സിലും 3 to 5% എംപ്ലോയ്മെൻറ്റ് കൂടി ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ 2 to 3 കിലോമീറ്റേഴ്സിലും അക്ഷയ സെൻറ്റേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അത് ആക്ട് ചെയ്യുന്നത് റൂറൽ എംപവർമെൻറ്റ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അക്ഷയ സെൻറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കോമൺ പീപ്പിളിനെ ഗവൺമെൻറ് ഓഫീസുമായിട്ട് ഈസിലി ഇൻ്ററാക്റ്റ് ചെയ്യാൻ അക്ഷയ സെൻറ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. എല്ലാ ഫോമുകളും ഫില്ല് ചെയ്യാനും അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ അക്ഷയ സെൻറ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും ഈ അക്ഷയ സെൻറ്റേഴ്സ് വഴി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നീണ്ട ക്യൂ ഒഴിവാക്കി എല്ലാ ആപ്ലിക്കേഷൻ ഓൺലൈൻ ഫോംസും അക്ഷയ സെൻറ്ററിലൂടെ കൊടുത്തിട്ട് അതിലൂടെ തന്നെ അവർ സർട്ടിഫിക്കറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഓർ ഇനീഷ്യേറ്റീവാണ് കോൺകേർട്ട്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കൺട്രി വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടർ എൻഹാൻസ്ഡ് റിസർവേഷൻ ആൻഡ് ടിക്കറ്റിംഗ്. അതായത് നമ്മളെ ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു വൈഡ് നെറ്റ്വർക്കാണ് കോൺസേർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിസർവേഷൻ ഓൺലൈനായിട്ട് എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് ഈ കോൺസേർട്ട്. ഇപ്പോൾ 95% റിസർവേഷനും ഈ ഇതിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഇനീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1987 ഡൽഹിയിലാണ്. ഇന്ന് 700 ലൊക്കേഷനിൽ 3000 കമ്പ്യൂട്ടർ ടെർമിനൽ യൂസ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. അടുത്തത് വേറൊരു ഇനീഷ്യേറ്റീവ് ഓർ പ്രൊജക്റ്റാണ് സക്ഷത്ത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് MHRD ആണ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്.
ഇതൊരു എഡ്യൂക്കേഷണൽ പോർട്ടലാണ്. അതായത് ലേണിങ്ങുമായി ബന്ധപ്പെട്ട നീഡ്സ് സ്റ്റുഡൻസിനും സ്കോളേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പോർട്ടലാണ് ഈ സക്ഷത്ത് എന്ന് പറയുന്നത്. ഇതിലൂടെ വൊക്കേഷണൽ എഡ്യൂക്കേഷനും ലൈഫ് സ്കില്ല് ലേണിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പറയാൻ പീപ്പിൾസിൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനാണ് ഈ സക്ഷത്ത് എന്ന എഡ്യൂക്കേഷണൽ പോർട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഇതിലൊക്കെ വേരിയസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് അവൈലബിൾ ആണ്. അവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് റിസർച്ചുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് ഓൺലൈൻ കോഴ്സസുകൾ ഈ പോർട്ടൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്കൽറ്റീസിനായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനും പിയർ ഗ്രൂപ്പുമായി ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനും ലേണേഴ്സിന് സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷണൽ ന്യൂസും എക്സാമിനേഷൻ അലേർട്ട്സും സാമ്പിൾ പേപ്പേഴ്സും അതർ യൂസ്ഫുൾ ലിങ്ക്സും ഒക്കെ ഈ പോർട്ടലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടെ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവസാന ചാപ്റ്റർ എടുക്കാം. ഓക്കെ, താങ്ക് യു.